ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവർ സംരക്ഷിക്കുന്ന ഒരു തെരുവ് പട്ടിയുടെ കുഞ്ഞാണ്. അതിൽ ഒരെണ്ണത്തിൻ്റെ കഴുത്തിൽ പുഴുവായിട്ട് അവരടുത്തുള്ള ഒരു ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ അവർ പുഴുവൊന്നും കുത്തിയെടുക്കാതെ കുറച്ച് ടർപ്പൻറ്റൈൻ ഒഴിച്ച് കുറച്ച് ടർപ്പൻറ്റൈൻ കൊടുത്തും വിട്ടു. അപ്പോൾ പുഴു എടുത്ത് കളയാതെ ആ വ്രണം സുഖമാവില്ല. ടർപ്പൻ ഒഴിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് കയറിയിരിക്കാൻ അതിനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അതവിടെ ഭദ്രമായിട്ടിരിക്കും. അങ്ങനെ എന്നെ വിളിച്ചു. പിറ്റേ ദിവസമാണ് എനിക്കും പോകാൻ പറ്റിയത്. ചെന്ന് അന്ന് ഒരു വലിയ പുഴു ഉണ്ടായിരുന്നു. അത് എടുത്ത് കളഞ്ഞു. ആ ഹോൾ എത്രയാണോ ആ ഹോളിൻ്റെ അത്ര വണ്ണം ആ പുഴുവിനുണ്ടായിരുന്നു. അമ്മാതിരി ഒരു പുഴുവിനെ എടുത്തു. അത് കഴിഞ്ഞ് കുഞ്ഞ് നല്ല സുഖമായി ഇപ്പോൾ ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നു. അപ്പോൾ മഴ സമയത്ത് വെള്ളം വീണതാണ് കുഞ്ഞിനവിടെ പുഴു ഉണ്ടാവാനായിട്ട് ഇടയായത്. കാരണം ഈ പട്ടി ഒരു തുറന്ന സ്ഥലത്താണ് പ്രസവിച്ച് കിടന്നത്. അപ്പം മഴ വന്നപ്പോൾ കുഞ്ഞുങ്ങൾ നനഞ്ഞു. കുഞ്ഞുങ്ങളുടെ ദേഹം നനഞ്ഞാൽ അപ്പം തന്നെ വലിയ ഈച്ച വന്നിട്ട് അവിടെ മുട്ടയിട്ട് വയ്ക്കും. അത് പിന്നെ പെട്ടെന്ന് തന്നെ പുഴുവാകും. അപ്പോൾ ഇവരുടെ ഈ കുഞ്ഞിൻ്റെ സ്കിന്നെന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. അവിടെ നമുക്ക് ടർപ്പൻറ്റൈനൊക്കെ ഒഴിച്ചാൽ അത് നീറിപ്പോവും കുഞ്ഞുങ്ങളുടെ ശരീരം. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ടർപ്പൻറ്റൈൻ ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ഓയിൻമെൻറ്റോ സ്പ്രേയോ വെക്കുന്നതാണ് ഈ മാഗട്ടിന്. അപ്പോൾ അവിടെ അഴുകി അങ്ങ് ദശ ഒരുമാതിരി പൊടിഞ്ഞു പോകുന്ന പോലെ ആയിപ്പോൾ. അവർക്ക് താങ്ങാൻ പറ്റത്തില്ല, അത് വലിയ പട്ടികളെ പോലെ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു പട്ടിയൊക്കെ ആരും ദയവേത് ടർപ്പൻ വയ്ക്കരുത്. അതൊരു അഭ്യർത്ഥനയാണ് എനിക്ക്. എന്തെങ്കിലും ഒരു ചെറിയ സ്പ്രേ ചെറിയ അളവിൽ മാത്രം അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ പരമാവധി പുഴുവിൻ്റെ വേസ്റ്റ്, ചത്ത പുഴുവായാൽ പോലും നമ്മളവിടെ വെച്ചിരിക്കരുത്. തനിയെ വരുമെന്നും വിചാരിക്കരുത്. എല്ലാ പുഴുവും തനിയെ വെളിയിൽ വരില്ല. വലിയ ഹോളാണെങ്കിൽ മാത്രമേ വരൂ. ചിലതൊക്കെ സൈഡിലേക്ക് കയറി അവർ ഭദ്രമായിട്ട് ഇരിക്കും. അപ്പോൾ കല്ലിപ്പ് മുറിവിന് ചുറ്റും ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചോണം അതിനകത്ത് പുഴുവുമുണ്ട്, അതിൻ്റെ ഇൻഫ്ലമേഷനും ഉണ്ട്. ഈ ഇൻഫ്ലമേഷനും ആ പുഴുവും അതിൻ്റെ വേസ്റ്റ് എല്ലാം വെളിയിൽ പോയാൽ മാത്രമേ ആ മുറിവ് നല്ല ഹീലാവുള്ളൂ. അല്ലെങ്കിൽ അത് പുറം കരിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കല്ലിച്ച് നിൽക്കുന്ന ഭാഗം തനിയെ പൊട്ടി ആ ചലം ബോഡി നോർമലായിട്ട് അതിനെ പൊട്ടിച്ച് വെളിയിലേക്ക് വിടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൂണ്ട് കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്തുള്ള ഇൻഫ്ലമേഷൻ, നീരും അതുപോലെ തന്നെ ആ ചത്ത പുഴുവിൻ്റെ വേസ്റ്റ് എല്ലാം നമ്മൾ എടുത്ത് മാക്സിമം വെളിയിലേക്ക് കളഞ്ഞതിന് ശേഷം മാത്രം അത് ഹീൽ ചെയ്യാനായിട്ട് അനുവദിക്കുക. നമ്മൾ പെട്ടെന്ന് ഹോളടയ്ക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഹോളിൽ നമ്മൾ ഓയിൻമെൻറ്റോ പൗഡറോ ഒക്കെ കുത്തി നിറച്ച് വെക്കും. അപ്പോൾ അങ്ങനെ വെക്കരുത്. അപ്പോൾ നമുക്ക് ആ എയർ കിട്ടണം മുറിവിന്. അതുപോലെ തന്നെ വേസ്റ്റ് പുറത്തും പോകണം. ആ ഇൻഫ്ലമേഷന് പുറത്ത് പോകണമെങ്കിൽ ഹോൾ ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ അപ്രകാരമാണ് ആ മുറിവ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വളരെ പെട്ടെന്ന് വൂണ്ട് ഹീൽ ചെയ്യാനായിട്ട് ഈച്ച വന്നിരിക്കാതിരിക്കാനൊക്കെ ഉള്ള സ്പ്രേയോ ഓയിൻമെൻറ്റോ ഒന്നും ഇല്ലാത്തവർക്ക് നോർമൽ സലൈൻ കൊണ്ട് മുറിവ് കഴുകുന്നത് വളരെ ഗുണം ചെയ്യും. നോർമൽ സലൈൻ എന്ന് പറയുമ്പം ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ടുള്ള വെള്ളം, ഒരു ചെറിയ ചൂട്, നമ്മൾ സ്കിന്ന് തൊടുമ്പോൾ ചൂട് ഫീൽ ചെയ്യുന്ന ജസ്റ്റ് ചൂട് മാത്രമാണ്. ഈ വെള്ളം കൊണ്ട് 3 നേരം വൂണ്ട് കഴുകുകയാണെങ്കിൽ ഈച്ചയും വന്നിരിക്കത്തില്ല. അതുപോലെ തന്നെ മുറിവ് വളരെ വേഗം, നമ്മളൊരു ഓയിൻമെൻറ്റ് സ്പ്രേ ഒക്കെ വെച്ച് വൂണ്ട് കരിക്കുന്നതിനേക്കാളും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് മുറിവ് കരിഞ്ഞ് കിട്ടും. അപ്പോൾ അപ്രകാരം മുറിവ്, ഏത് മുറിവായാലും, ഈ മേഘട്ടിൻ്റെ തന്നെയെന്നല്ല, ഏത് മുറിവായാലും അപ്രകാരമാണ് നമുക്ക് മുറിവ് വളരെ ഈസി ആയിട്ട് കരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും കുഞ്ഞു പപ്പീനെ മേഘട്ട് വന്നാൽ ഈ വക കാര്യങ്ങൾ ദയവേത് ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു അഭ്യർത്ഥനയാണ്. എൻ്റെ അറിവില്ലാതിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഇതുപോലെ കുഞ്ഞു പട്ടിയെ മഴ നനഞ്ഞിട്ട് പുഴു വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും അന്ന് അറിവില്ലാതെ കുറേ ടർപ്പൻ എടുത്തൊഴിച്ചു. അതിൻ്റെ പുറമെല്ലാം വെന്തുപോയി. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനും പറ്റിയില്ല. എന്നാൽ ചാകാനുള്ള ഇതില്ല, എന്നാലും